ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അക്കുവിൻ്റെ കോസ്റ്റ്യൂം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളൊരു യാത്രയ്ക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. 18:30 കാവിലെ പൂരാണ്. അപ്പോൾ പൂരം കാണാൻ പോകാനുള്ള ഒരുക്കാണ് കേട്ടോ. 18:30 കാവ് എന്ന് പറയുമ്പോൾ എല്ലാ പൂരം കാണുന്നില്ല, ഒരു പൂരത്തിന്. അപ്പോൾ ദേവൂട്ടനും ശ്രീകുട്ടനും പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ഫോണിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ. പൂരത്തിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്കൊക്കെ നല്ല സന്തോഷമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഐസ്ക്രീമൊക്കെ കിട്ടുമല്ലോ. അപ്പം ഞങ്ങൾ പോവുകയാണ്. ഞാനും ഒക്കെ റോട്ടിലേക്ക് കയറാനായിട്ട് മുമ്പ് തന്നെ രണ്ടാൾ റോട്ടിൽ കയറി നിൽക്കുന്നുണ്ട് ഞങ്ങളതിനെ കാത്തിട്ട്. എങ്ങോട്ട് പോവുകയാണെങ്കിലും എനിക്കും അക്കുവിനും കുറച്ചധികം സമയം വേണം കേട്ടോ റെഡിയാവാൻ. അവരുടെ വേഗം കഴിയും കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറി പോയോണ്ടിരിക്കുകയാണ്. ഇതാ ശ്രീകുട്ടനും ദേവൂട്ടനും വണ്ടിയുടെ ബാക്കിലിരുന്നിട്ടുള്ള കളിയാണ്. പൂരപ്പറമ്പിലെത്തി ഞങ്ങൾ. പൂരപ്പറമ്പിലെത്തിയിട്ട് പൂരം കാണിച്ചെന്നല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ പൂരം കാണാട്ടോ. കുറച്ച് നേരം ഞങ്ങൾ കാവടിയൊക്കെ നിന്ന് കണ്ടു. കാവടിക്കൊട്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ശിങ്കാരിമേളമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ലേറ്റായി, വൈകിട്ടാണ് എത്തിയത്. പിന്നെ ഇത് കുതിരവേലയാണ് കേട്ടോ. കുതിരക്കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുതിരയുടെയൊക്കെ ഒപ്പമാണ് കേട്ടോ ശിങ്കാരിമേളമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കാണാൻ പറ്റിയില്ല. ലാസ്റ്റ് ഒരു ശിങ്കാരിമേളം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശിങ്കാരിമേളം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അക്കു കൊട്ടൊക്കെ കേട്ട് ഭയങ്കര താളം പിടുത്തത്തിലാണ് കേട്ടോ. പിന്നെ പൂരത്തിന് വരാൻ മെയിൻ കാരണം മാമൻ്റെ വീട്ടിൽ നിന്ന് ക്ഷണം ഉണ്ടായിരുന്നു. മാമൻ്റെ പിള്ളേരും മാമനാണ്. മാമ ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് വേഷങ്ങളും ശിങ്കാരിമേളമൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ശിങ്കാരിമേളം കാണാട്ടോ. മാമൻ്റെ മക്കളെ കണ്ടപ്പോൾ അക്കു എൻ്റെ തോളത്ത് പളങ്ങിയിട്ട്, അക്കു ആരെന്നെ കണ്ടാലും എൻ്റെ തോളത്ത് പളങ്ങും, എൻ്റെ അടുത്ത് ഒട്ടി പിടിച്ചിട്ടിരിക്കുള്ളൂ. ഞങ്ങളവിടെ കുറേ നേരം നിന്നിട്ട് ശിങ്കാരിമേളം വേഷങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോഴേക്കും മാമൻ ഞങ്ങൾക്ക് 5 ഐസ്ക്രീമൊക്കെ വാങ്ങി കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെക്ക് അക്കു തട്ടിപ്പറിച്ച് വാങ്ങുകയാണ് കേട്ടോ. കൊടുക്കാണ്ടായപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. ഞാനാണെങ്കിൽ ഐസ്ക്രീം കുറേ മാറ്റി പിടിച്ച് നോക്കി, എന്നിട്ട് രക്ഷയൊന്നുമില്ല. അവൾ ഭൂകമ്പമായിരുന്നു. പൂരങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം എനിക്ക് നിർബന്ധം കേട്ടോ. എന്തൊക്കെ ഉണ്ടായാലും ഐസ്ക്രീം വാങ്ങാണ്ട് ഞങ്ങൾ പൂരപ്പറമ്പെന്ന് പോരില്ല കേട്ടോ. എന്നെ പോലെ തന്നെ കേട്ടോ 3 മക്കളും. 3 ആൾക്കും ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഐസ്ക്രീം കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവിടെ ഒരുപാട് കമ്മലുകളുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കമ്മലുകളൊക്കെ കാണാൻ. ഒന്നും ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പിള്ളേർക്ക് പാവ വാങ്ങാനായിട്ട് അക്കുവിനും കൊണ്ടിട്ട് അമ്മായി പോയി. അക്കു നല്ല വാശി ഉണ്ടായിരുന്നു. അപ്പോൾ അക്കുവിൻ്റെ കുപ്പായൊക്കെ ഊരിയിട്ട് കൊടുത്തു. അവൾക്ക് നല്ല പുഴുക്കുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു വാശി. അപ്പോഴേക്കും ദേവിനൊരു സംഭവം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയപ്പോൾ അവൾ ഹാപ്പിയായി. പിള്ളേർ സെറ്റ് അവിടെ നിന്ന് കളിപ്പാട്ടങ്ങൾ വാങ്ങുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ പൂരപലഹാരങ്ങൾ വാങ്ങി. പൂരപലഹാരങ്ങൾ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ചോപ്പലുവ, കറുപ്പലുവ, മഞ്ഞലുവ, അങ്ങനെ പലതരത്തിലുള്ള അലുവകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ പൂരപ്പറമ്പിലും ഉണ്ടാവില്ലേന്ന്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു ഓളത്തിന് പറഞ്ഞു എന്ന് മാത്രം. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗാനമേളയ്ക്ക് നിന്നോട്ടെ. ഞങ്ങൾ ഗാനമേളയ്ക്ക് നിൽക്കുമ്പോഴുള്ള അക്കുവിൻ്റെ അംഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അവളുടെ കയ്യിലൊരു വിശറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കിട്ടിയപ്പോൾ കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടോ. എൻ്റെ ഒക്കെ തിന്നിട്ടുള്ള കളികളാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര കളിയിലാണ്. കുറച്ചു നേരം വെടിക്കെട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞിട്ടാണ് ഗാനമേള തുടങ്ങുക. കുറേ നേരം എൻ്റെ അടുത്തിരുന്ന് കളിച്ച് ബോറടിച്ചപ്പോൾ കുട്ടി അലമ്പായപ്പോൾ കുഞ്ഞാറ്റയുടെ അടുത്തേക്ക് പോയി. കുഞ്ഞാറ്റ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, എൻ്റെ മാമൻ്റെ മോളാണ്. അപ്പോഴേക്കും വെടിക്കെട്ടൊക്കെ തുടങ്ങി. വെടിക്കെട്ടൊക്കെ ഞങ്ങൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു വെടിക്കെട്ടൊക്കെ കാണാൻ. മാങ്ങാട്ടുകാവിലേക്ക് ഞങ്ങൾ കുറേ കൊല്ലമായിട്ടോ വന്നിട്ട് പൂരങ്ങളൊക്കെ കാണാൻ. പൂരങ്ങൾ കാണാൻ എന്നല്ല, ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ കാലങ്ങളായി. 6 വർഷത്തോളമൊക്കെ ആയി. എൻ്റേതായ പുതുമകളും തോന്നിയിട്ടോ എനിക്ക് അമ്പലത്തേക്ക് വന്നപ്പോൾ. നല്ല തിരക്കായതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഞങ്ങൾ കയറി തൊഴുതില്ല കേട്ടോ. നേരെ പൂരപ്പറമ്പിലാണ് കേട്ടോ വന്ന് നിന്നത്. ഈ കാണുന്നതല്ല അമ്പലത്തിൻ്റെ മുൻഭാഗമാണ് കേട്ടോ. മുൻഭാഗത്ത് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. വെടിക്കെട്ട് കഴിഞ്ഞ് ഗാനമേള തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഗാനമേള കാണാം കേട്ടോ.
ഗാനമേളയുടെ ഇടയിൽ ദേവും കുറച്ച് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. ദേവിൻ്റെ ഡാൻസിൻ്റെ വീഡിയോഗ്രാഫർ വേറെ ആരുമല്ല, അവളുടെ അച്ഛൻ തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കും മാമൻ്റെ മോള് ഹൈഡ്രജൻ ബലൂൺ കൊണ്ടുവന്നു. അതിനുള്ള സ്റ്റണ്ടായിട്ട് അവർ രണ്ടാളും തമ്മിൽ. അവള് ഹൈഡ്രജൻ ബലൂണൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പൂരത്തിന് പോകുമ്പോൾ അതൊക്കെ കാണുമെങ്കിലും അവൾ ഇതുവരെ വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. മാമൻ്റെ മോള് വാങ്ങി കൊണ്ടുവന്നപ്പോൾ അവൾക്കത് വേണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയായി. അപ്പോൾ അത് തട്ടിപ്പറിച്ച് വാങ്ങി, അതുകൊണ്ടുള്ള കളിയായി. അപ്പോഴേക്കും അതിനേട്ടൻ വേറെ ഒരെണ്ണം കൂടി വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. ഗാനമേള കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ്. അപ്പോൾ കുതിരകളൊക്കെ ഇരിക്കുന്നുണ്ട്. കുതിരകളേനെ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്നു കേട്ടോ. കുതിരേനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. കൂടുതലും കുതിരകളേനെ കാണാനാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കയറിയത്. ലൈറ്റുകൾ കൊണ്ടൊക്കെ നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവുവിനൊക്കെ അതിൻ്റെ അടുത്ത് എത്തിയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ. ഫോട്ടോ എടുക്കൽ മാത്രമല്ല കേട്ടോ, പിള്ളേർ കുതിരക്കമ്പുമ്മലൊക്കെ കുറേ പൊത്തി പിടിച്ച് കയറുകയൊക്കെ ചെയ്തു. ഇരുട്ടായതുകൊണ്ട് ഫോട്ടോയ്ക്ക് വിചാരിച്ചത്ര ക്ലാരിറ്റി ഒന്നും കിട്ടിയില്ല. എന്നാലും ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ഒപ്പിച്ചു കേട്ടോ. ദേവുദ ചിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ കുട്ടിക്ക് മനസ്സിൽ ലഡ്ഡു കൊണ്ടു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോവുകയാണ്. ഞങ്ങൾ പോണത് മാമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. മാമൻ്റെ വീട് ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. കോട്ടപ്പുറം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾ മാമൻ്റെ അവിടേക്കും വന്നിട്ട് ഒരുപാട് നാളായിട്ടോ. പിള്ളേരായതിന് ശേഷം വലിയ കാര്യമായിട്ട് മാമൻ്റെ അവിടേക്ക് വരാനൊന്നും പറ്റിയിട്ടില്ല. പൂരങ്ങൾക്കൊന്നും കൂടാനും വിശേഷങ്ങൾക്കൊന്നും കൂടാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി കേട്ടോ. ഞങ്ങൾ മാമൻ്റെ അവിടേക്ക് പോയോണ്ടിരിക്കുകയാണ്. മാമൻ്റെ അവിടെ എത്തി. മാമൻ്റെ മക്കളുടെ കട്ട ചങ്കാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അവനും ഞാൻ വെറുതെ വിട്ടില്ല. എൻ്റെ വിശേഷങ്ങളിൽ അവനും ഞാൻ പകർത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും മാമനും വന്നു. ശീകുട്ടനൊരു ചെറിയ ജലദോഷമുണ്ട്. അപ്പോൾ അനിയേട്ടൻ്റെ ഒക്കെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ശീകുട്ടൻ. അനിയേട്ടൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങാൻ കൂട്ടാക്കണില്ല. ഞങ്ങൾ വന്നപ്പോൾ തന്നെ രണ്ടാൾ പട്ടിക്കുട്ടീനെ കളിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, അമ്മും കുഞ്ഞാറ്റയാണ്. മാമൻ്റെ 2 മക്കളാണ്. ഇനി ഞാൻ ഓരോരുത്തരനായിട്ട് പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് കേട്ടോ മാമൻ. അനിയേട്ടനും മാമനും ചുട്ട വർത്താനത്തിലാണ്. അവരെ ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് കേട്ടോ അമ്മു. അപ്പോഴേക്കും അമ്മു ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഇതാണ് കുഞ്ഞാറ്റ. ഇതാണ് അമ്മായി. അമ്മായി എന്നെ വീഡിയോ എടുക്കരുതേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. അപ്പോഴേക്കും ഞാൻ പിള്ളേർക്ക് ഭക്ഷണം എടുത്തു. ശീകുട്ടന് ചെറിയ ജലദോഷം ഉണ്ടല്ലോ. അപ്പോൾ ശീകുട്ടന് സാധാ ചോറും പപ്പടാണ് കേട്ടോ കൊടുക്കുന്നത്. ശീകുട്ടൻ ഇതാ അവിടെ കിടക്കുകയാണ്. അവൾക്ക് വയ്യ, തീരെ വയ്യാത്തോണ്ടാണ് കിടക്കുന്നത്. അക്കു ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ദേവുവിന് ഇതാ ചോറ് കൊടുത്തിട്ടുണ്ട്. അനിയേട്ടനും മാമനും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. എന്നെ വീഡിയോയിലൊന്നും പകർത്തരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മാമൻ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോവാൻ നോക്കുകയാണ് കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറി തുടങ്ങി. മാമൻ ഞങ്ങൾക്ക് എന്തോ ആക്കിയിട്ടുണ്ട് കേട്ടോ കവറിൽ. അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. എൻ്റെ വീഡിയോകൾ വീണ്ടും വീണ്ടും കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.